പലതര പ്രവചനങ്ങളും നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. ബാബ വാങ്കയും അതുപോലെ നോസ്ട്രാഡാമസും ഒക്കെ പല പ്രവചനങ്ങൾ നടത്തിയത് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുമുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ ഒരു സംഭവമുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ശാസ്ത്രലോകം തേടിക്കൊണ്ടിരിക്കുന്നത്. 2060 ലോകാവസാനം ഉണ്ടാകുമെന്ന് ഐസക് ന്യൂട്ടൻ അടക്കം പ്രവചിച്ചത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിൽ കൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന പല സാധ്യതകളും ശാസ്ത്രലോകം പുറത്തേക്ക് അനാവരണം ചെയ്യുന്നത്. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി രൂപപ്പെട്ടുവെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഭൂമിയിൽ നിരവധി പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എത്ര തന്നെ ശാസ്ത്രം വികസിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഭൂമിക്കകത്ത് തന്നെ നടക്കുന്ന പലതരം കാര്യങ്ങളും മനുഷ്യന് വ്യക്തമായ ഉത്തരം പോലും കണ്ടെത്താൻ കഴിയാത്ത വസ്തുതകൾ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള പല കാര്യങ്ങളും ഇതുവരെയും കണ്ടെത്താൻ പോലും ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അറിവിനും അപ്പുറത്തേക്കായി പല കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ശാസ്ത്രലോകം തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. 2025 തുടക്കത്തോടെ തന്നെ പിന്നെയും ചർച്ചയായി തുടങ്ങിയ ഒരു വിഷയമാണ് ലോകാവസാനം എന്ന് പറയുന്നത്. അതിൻ്റെ പല തിയറികളും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു. എന്നാൽ ഇതെങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു ചോദ്യം, കൗതുകകരമായ ചില വസ്തുതകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ കാലവും മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു വിഷയവും ഇതാണ്. അപ്പോഴാണ് ഗവേഷക സംഘം എങ്ങനെ ആയിരിക്കുമെന്നുള്ള കൃത്യമായൊരു പ്രവചനം പുറത്തുവിട്ടിരിക്കുന്നത്. ഡർഹാം യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തി അതിൻ്റെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥം അഥവാ മിൽക്കി വേ ആൻഡ്രോമീഡ ഗാലക്സിയുമായി കൂട്ടിയിടിക്കും. അങ്ങനെ ഒരു കൂട്ടിയിടിച്ചായിരിക്കും ലോകാവസാനം എന്നത് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇത് ശരിയായി സംഭവിക്കാൻ ചില സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. 1,00,000-ലധികം സിമുലേഷനുകളിലൂടെയാണ് അവർ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത 10 ബില്യൺ വർഷത്തിനുള്ളിൽ തന്നെ ക്ഷീരപഥം ആൻഡ്രോമീഡയുമായി കൂട്ടിയിടിക്കുമെന്നതിന് 50% സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ പരിപൂർണമായി ഇത് നശിച്ചു പോകാൻ തന്നെ ഒരു സാധ്യതയുണ്ട്. 2,20,000 മൈൽ വേഗതയിലായിരിക്കും ഈ കൂട്ടിയിടി ഉണ്ടാകുന്നത്. 2 ഗാലക്സികൾക്കും ഇത് വലിയ നാശം വരുത്തിവെക്കും. ഗവേഷകർ നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് നമ്മളൊന്നും തന്നെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നുള്ളത് സാരം. കാരണം നമ്മുടെയൊക്കെ തന്നെ കാലഘട്ടം കഴിഞ്ഞ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഈ അപകട സാധ്യത നേരത്തെ നടത്തിയ ചില പഠന റിപ്പോർട്ടുകളെക്കാൾ ശക്തി കുറഞ്ഞതായിരിക്കുമെന്നും കരുതുന്നുണ്ട്. ഭൂമിയിൽ നിന്നും 2.5 ദശലക്ഷം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ആൻഡ്രോമീഡയാണ് ക്ഷീരപഥത്തിൻ്റെ ഇനി ഏറ്റവും അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഗാലക്സി എന്ന് പറയുന്നത്. മിൽക്കി വേയുടെ അതേ പിണ്ഡമുള്ളത് തന്നെയാണ് ഈ ഗാലക്സിയും. അതുകൊണ്ട് തന്നെ അതേസമയം ഇതിന് അസാമാന്യ വലിപ്പം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപകടകാരിയായി മാറുന്നത്. എന്നാൽ മിൽക്കി വേയും ആൻഡ്രോമീഡയും ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സമീപത്തുള്ള മറ്റ് ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ബലം അവയെ അപകടകരമായ രീതിയിൽ അടുപ്പിക്കുമെന്നും കരുതപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ തന്നെ ചില അനുമാനങ്ങളായി, തിയറികളായി മാത്രം നിലനിൽക്കുകയാണ്. വ്യക്തമായ ഒരു ചിത്രവും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മുടെ പഠനങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ചില വസ്തുതകളാണ്. ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ പോലും പ്രപഞ്ചമുണ്ടായ കാലം മുതൽ തന്നെ വളരെ ദൂരെയുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകുന്നതും ഇതിനു മുൻപ് ഇങ്ങനെയുള്ള കൂട്ടിയിടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നടത്തിയ പഠനങ്ങളിലും 5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മിൽക്കി വേയും ആൻഡ്രോമീഡയും തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന സൂചനകൾ നൽകിയിരുന്നു. ഈ സൂചകങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഇക്കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നത്. 1,00,000 സിമുലേഷനുകളിൽ വെറും 2% മാത്രമാണ് ഇവ 5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ തന്നെ കൂട്ടിയിടിക്കുമെന്നുള്ള ഗവേഷകരുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് മിൽക്കി വേയും ആൻഡ്രോമീഡ ഗാലക്സികളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത പകുതി സിമുലേഷനുകളിലും ഗാലക്സികൾ പരസ്പരം വളരെ അടുത്തുകൂടി കടന്നു പോകുന്നുവെന്നും ചെറിയ തോതിൽ സ്പർശിച്ച് കടന്നു പോകുന്നതായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2 ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതോടെ ലോകാവസാനം ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവേഷകരും പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ പോലും അത് ഭൂമിയും സൂര്യനും എല്ലാം ഇല്ലാതായതിനു ശേഷമായിരിക്കും എന്നാണ് അവർ പോലും പറയുന്നത്. അതിനു മുൻപ് ഇനിയിപ്പോൾ അത് സംഭവിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഭൂമിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വരെ വളരെ കുറവാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സർ ഐസക് ന്യൂട്ടന്റെ ഒരു പ്രവചനമാണ്. 2060 ലോകം അവസാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 320-ലധികം വർഷങ്ങൾക്ക് മുൻപ് 1704 ന്യൂട്ടൻ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൻ ഇങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് എത്താനും സാധ്യതയുണ്ടായത്. റോമൻ സാമ്രാജ്യത്തിന്റെ ഉദയം മുതൽ 1260 വർഷം ലോകം അവസാനിക്കുമെന്നായിരുന്നു ന്യൂട്ടന്റെ കണ്ടെത്തൽ.
ന്യൂട്ടന്റെ പ്രവചനം അനുസരിച്ച് ഇനി 35 വർഷം കൂടി മാത്രമേ അങ്ങനെയെങ്കിൽ ലോകം അവസാനിക്കാനായിട്ടുള്ളൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏവരും ചർച്ച ചെയ്യുന്നത്. മഹാമാരികളും യുദ്ധവും ഒക്കെ തന്നെ ലോകാവസാനത്തിലേക്ക് വഴി തെളിക്കുമെന്നാണ് ന്യൂട്ടനും പറയുന്നത്. യുദ്ധവും മഹാമാരിയും ലോകം നശിപ്പിച്ച ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് എത്തുമെന്നും 1000 വർഷത്തേക്ക് സമാധാന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നുമൊക്കെ ന്യൂട്ടൻ എഴുതി കുറിച്ചതായി ന്യൂയോർക്ക് ടൈംസ് അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ ന്യൂട്ടന്റെ പ്രവചനമടങ്ങിയ ഈ കത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ മതവിശ്വാസത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ കത്തും ചർച്ചയാകുന്നത്. ന്യൂട്ടന്റെ കത്തിൽ കൃത്യമായി 2060 ലോകം അവസാനിക്കുമെന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അത് കഴിഞ്ഞും ഇത് സംഭവിച്ചേക്കാം. എന്നിരുന്നാലും ലോകം അത്ര വേഗമൊന്നും തന്നെ അവസാനിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം ഇക്കൂട്ടത്തിൽ തന്നെ എടുത്തു പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ലോകം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഭീതിയിൽ ആഴ്ത്തുന്ന ഒട്ടും ശരിയല്ലെന്നും ന്യൂട്ടൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. മതവും ശാസ്ത്രവും വിരുദ്ധ ചേരികളിലല്ലെന്നാണ് ന്യൂട്ടന്റെ അഭിപ്രായം. ജീവിതകാലത്ത് അത്രയും മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം തേടിക്കൊണ്ടിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജൈത്രയാത്രയും.